പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിലും സൈനിക നീക്കങ്ങളിലും വലിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഹോർമുസ് കടലിടുക്കിൽ അമേരിക്കയുടെ ഗൾഫ് ക്യാമ്പയിൻ പുനരാരംഭിച്ചിരിക്കുകയാണ്. ട്രംപ് ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നയതന്ത്ര വിജയമായിട്ടാണ് ഈ പുതിയ നീക്കം വിലയിരുത്തപ്പെടുന്നത്. തങ്ങളുടെ സൈനിക താവളങ്ങൾ ഉപയോഗിക്കുന്നതിൽ അമേരിക്കയ്ക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന വിലക്ക് സൗദി അറേബ്യയും കുവൈറ്റും നിശബ്ദമായി പിൻവലിച്ചതോടെ മേഖലയിലെ യുദ്ധസമാനമായ സാഹചര്യം പുതിയൊരു തലത്തിലേക്ക് എത്തിയിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനും നടത്ത അത്യന്തം ഗൗരവകരമായ ഫോൺ സംഭാഷണത്തിന് പിന്നാലെയാണ് ഈ മാറ്റങ്ങൾ ഉണ്ടായതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പ്രൊജക്ട് ഫ്രീഡം എന്ന പേരിൽ അമേരിക്ക നടപ്പിലാക്കാൻ ലക്ഷ്യമിടുന്ന സൈനിക നീക്കത്തിന് മുന്നിലുണ്ടായിരുന്ന പ്രധാന തടസ്സങ്ങൾ ഇതോടെ നീങ്ങിയിരിക്കുകയാണ്. ഹോർമസ് കടലിടുക്കിലെ സംഘർഷങ്ങൾ കാരണം അവിടെ കുടുങ്ങിക്കിടക്കുന്ന ആയിരക്കണക്കിന് നാവികരെയും കപ്പലുകളെയും സുരക്ഷിതമായി പുറത്തെത്തിക്കുക എന്നതാണ് പ്രൊജക്ട് ഫ്രീഡത്തിന്റെ പ്രധാന ലക്ഷ്യം. നിലച്ചുപോയ സമാധാന ചർച്ചകളേക്കാൾ സൈനിക ശക്തി പ്രദർശിപ്പിക്കുന്നതിനാണ് അമേരിക്ക ഇപ്പോൾ മുൻഗണന നൽകുന്നത്. സൗദിയും കുവൈറ്റും തങ്ങളുടെ നിലപാടിൽ മാറ്റം വരുത്തിയത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയാണ്. ഗൾഫ് സഖ്യകക്ഷികൾ ഒപ്പം നിൽക്കുന്നത് അമേരിക്കയുടെ സൈനിക ലോജിസ്റ്റിക്സ് വളരെ എളുപ്പമാക്കും. ഈ പുതിയ സൈനിക ക്യാമ്പയിൻ വെറുമൊരു രക്ഷാപ്രവർത്തനം മാത്രമല്ല, മറിച്ച് മേഖലയിൽ അമേരിക്കയുടെ മേധാവിത്വം വീണ്ടെടുക്കാനുള്ള ശ്രമം കൂടിയാണ്. കടലിടുക്കിൽ കുടുങ്ങിയ കപ്പലുകൾക്ക് സുരക്ഷിതമായി അകമ്പടി സേവിക്കാൻ US നാവികസേനയുടെ ഡിസ്ട്രോയറുകൾക്ക് ഇനി ഈ രാജ്യങ്ങളുടെ തുറമുഖങ്ങൾ പ്രയോജനപ്പെടുത്താം. ഇത് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ചെറിയ ആക്രമണങ്ങളെ പോലും ഫലപ്രദമായി നേരിടാൻ അമേരിക്കയെ സഹായിക്കും. ട്രംപും മുഹമ്മദ് ബിൻ സൽമാനും തമ്മിലുള്ള സംഭാഷണം അത്യന്തം സംഘർഷഭരിതമായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷയിൽ അമേരിക്കയ്ക്കുള്ള പങ്ക് ഓർമ്മിപ്പിച്ചുകൊണ്ടും സൈനിക താവളങ്ങൾ തുറന്നു കൊടുക്കേണ്ടതിന്റെ അനിവാര്യത വ്യക്തമാക്കിയുമാണ് ട്രംപ് സമ്മർദ്ദം ചെലുത്തിയത്. ലോജിസ്റ്റിക് പരമായ തടസ്സങ്ങൾ നീങ്ങിയതോടെ അമേരിക്കൻ സൈനിക വിഭാഗങ്ങൾ വളരെ വേഗത്തിലാണ് പുനർവിന്യാസം നടത്തുന്നത്. യുദ്ധവിമാനങ്ങളും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും സൗദിയിലെയും കുവൈറ്റിലെയും താവളങ്ങളിൽ സജ്ജമായിക്കൊണ്ടിരിക്കുന്നു. സമാധാന ചർച്ചകൾ പരാജയപ്പെട്ട സാഹചര്യത്തിൽ സൈനികമായ ഒരു പരിഹാരത്തിനാണ് അമേരിക്ക ഇപ്പോൾ ശ്രമിക്കുന്നത്. സംഭാഷണങ്ങളിലൂടെ ഇറാനെ വരുതിയിലാക്കാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെട്ടതോടെയാണ് പ്രൊജക്ട് ഫ്രീഡം എന്ന കടുത്ത നടപടിയിലേക്ക് ട്രംപ് ഭരണകൂടം നീങ്ങിയത്. ഇറാന്റെ മിസൈൽ ആക്രമണങ്ങൾക്കും ഡ്രോൺ ഭീഷണികൾക്കും ഇടയിലൂടെ കപ്പലുകളെ പുറത്തെത്തിക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ്. എന്നാൽ സൗദിയുടെയും കുവൈറ്റിന്റെയും വ്യോമപാതകൾ ഉപയോഗിക്കാൻ സാധിക്കുന്നത് അമേരിക്കൻ വിമാനങ്ങൾക്ക് ഇറാന്റെ നീക്കങ്ങളെ ആകാശത്ത് നിന്ന് നിരീക്ഷിക്കാനും തകർക്കാനും സൗകര്യമൊരുക്കും. ഇത് അമേരിക്കൻ നാവികസേനയ്ക്ക് വലിയൊരു സംരക്ഷണ കവചമായി മാറും. ഗൾഫ് മേഖലയിലെ മറ്റു രാജ്യങ്ങളും ഈ നീക്കത്തെ ഉറ്റുനോക്കുകയാണ്. ഇറാന്റെ ആക്രമണോത്സുകമായ നിലപാടുകൾ കാരണം ഭയപ്പെട്ടിരുന്ന അയൽ രാജ്യങ്ങൾക്ക് അമേരിക്കയുടെ ഈ ശക്തമായ തിരിച്ചുവരവ് ആശ്വാസം നൽകുന്നുണ്ട്. എങ്കിലും ഒരു പൂർണ്ണ തോതിലുള്ള പ്രാദേശിക യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്ന ഭയവും അവർക്കിടയിലുണ്ട്. ഈ നയതന്ത്ര വിജയം അന്താരാഷ്ട്ര തലത്തിൽ ട്രംപിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. തന്റെ സഖ്യകക്ഷികളെ എങ്ങനെ ഒപ്പം നിർത്തണമെന്ന് തനിക്കറിയാമെന്ന് അദ്ദേഹം ഇതിലൂടെ തെളിയിക്കുന്നുണ്ട്. ഇറാന്റെ പ്രതികരണം എന്തായിരിക്കും എന്നതാണ് ഇനി ലോകം ശ്രദ്ധിക്കുന്ന കാര്യം. തങ്ങളുടെ അതിർത്തിക്കടുത്ത് അമേരിക്കൻ സൈനിക സാന്നിധ്യം വർദ്ധിക്കുന്നത് ഇറാനെ കൂടുതൽ പ്രകോപിപ്പിക്കാൻ സാധ്യതയുണ്ട്. സൗദിയും കുവൈറ്റും അമേരിക്കയെ സഹായിക്കുന്നത് തങ്ങൾക്കെതിരായ യുദ്ധപ്രഖ്യാപനമായാണ് ടെഹ്റാൻ കാണുന്നത്. കപ്പലുകൾ കുടുങ്ങിക്കിടക്കുന്നത് ആഗോള എണ്ണ വിപണിയെ സാരമായി ബാധിച്ചിരുന്നു. കപ്പലുകൾ സുരക്ഷിതമായി പുറത്തെത്തുന്നതോടെ വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ മാറുമെന്നും എണ്ണവിലയിൽ കുറവുണ്ടാകുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. പ്രൊജക്ട് ഫ്രീഡം വെറുമൊരു പേര് മാത്രമല്ല, അത് അമേരിക്കയുടെ വിദേശ നയത്തിലെ വലിയൊരു മാറ്റത്തിന്റെ സൂചന കൂടിയാണ്. മധ്യസ്ഥതയ്ക്കും ചർച്ചകൾക്കും പകരം ശക്തി പ്രയോഗിക്കുന്നതിലൂടെ കാര്യങ്ങൾ നേടുക എന്ന ശൈലിയാണ് ഇവിടെ പ്രകടമാകുന്നത്. ഇത് മേഖലയിലെ ശക്തി സന്തുലിതാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ വരുത്തും. വരുന്ന ആഴ്ചകളിൽ ഹോർമുസ് കടലിടുക്കിൽ വലിയ സൈനിക വിന്യാസങ്ങൾ കാണാൻ സാധിക്കും. കുടുങ്ങിക്കിടക്കുന്ന നാവികരുടെ കുടുംബങ്ങൾ വലിയ പ്രതീക്ഷയോടെയാണ് ഈ വാർത്തയെ കാണുന്നത്. തങ്ങളുടെ പ്രിയപ്പെട്ടവർ സുരക്ഷിതരായി തിരിച്ചുവരുമെന്ന വിശ്വാസത്തിലാണ് അവർ. സൗദി അറേബ്യയും കുവൈറ്റും നേരത്തെ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ പിൻവലിച്ചത് അപ്രതീക്ഷിതമായിരുന്നു. ട്രംപിന്റെ സമ്മർദ്ദങ്ങൾ എത്രത്തോളം ഫലപ്രദമാണെന്നാണ് ഇത് കാണിക്കുന്നത്. അമേരിക്കയുടെ സഹായമില്ലാതെ മേഖലയിൽ സുരക്ഷ നിലനിർത്താൻ കഴിയില്ലെന്ന് ഗൾഫ് രാജ്യങ്ങളും ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. ആധുനിക യുദ്ധതന്ത്രങ്ങളുടെയും നയതന്ത്രത്തിന്റെയും ഒരു സംയോജനമാണ് ഇപ്പോൾ ഗൾഫിൽ കാണുന്നത്. ഒരേ സമയം കപ്പലുകൾക്ക് സംരക്ഷണം നൽകുകയും ശത്രുവിനെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്ന നീക്കമാണിത്.
മേഖലയിലെ സമാധാനത്തിന് സൈനികമായ ഒരു കവചം ആവശ്യമാണെന്ന വാദമാണ് ഇപ്പോൾ ഉയർന്നത്. സമാധാന ചർച്ചകൾ എപ്പോൾ വേണമെങ്കിലും പുനരാരംഭിക്കാം. പക്ഷേ ആദ്യം കപ്പലുകളുടെയും നാവികരുടെയും സുരക്ഷ ഉറപ്പാക്കണമെന്നതാണ് പ്രധാനം. ഈ ലക്ഷ്യത്തിലേക്ക് പ്രൊജക്ട് ഫ്രീഡം അതിവേഗം മുന്നേറുകയാണ്. ഈ സംഘർഷം അവസാനിക്കുമ്പോൾ പശ്ചിമേഷ്യയുടെ ഭൗമരാഷ്ട്രീയ ചിത്രം എങ്ങനെയായിരിക്കുമെന്ന് പ്രവചിക്കാനാവില്ല. എങ്കിലും അമേരിക്കയുടെ ശക്തമായ ഇടപെടൽ മേഖലയിലെ അധികാര സമവാക്യങ്ങളെ മാറ്റിയെഴുതുമെന്ന് ഉറപ്പാണ്. ഇറാൻ ഒറ്റപ്പെടുകയും അമേരിക്കൻ സഖ്യം കൂടുതൽ ശക്തമാവുകയും ചെയ്യുന്ന കാഴ്ചയാണ് ഇപ്പോൾ തെളിയുന്നത്. സൗദിയും കുവൈറ്റും അമേരിക്കയ്ക്കായി വാതിലുകൾ തുറന്നതോടെ ഹോർമുസ് കടലിടുക്കിലെ സാഹചര്യം മാറിക്കഴിഞ്ഞു. കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാനുള്ള ദൗത്യം പുനരാരംഭിക്കുമ്പോൾ അത് വലിയൊരു യുദ്ധത്തിന്റെ തുടക്കമാകുമോ അതോ സമാധാനത്തിലേക്കുള്ള കടുത്ത വഴിയാകുമോ എന്ന് ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അമേരിക്കയുടെ ഈ സൈനിക മുന്നേറ്റം മേഖലയുടെ ഭാവി നിശ്ചയിക്കുന്നതിൽ നിർണായകമാകും.